പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 15 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് രൂപാന്തരമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 15 ചോദ്യത്തിനകത്ത് നിന്ന് ഒരു 7 മാർക്ക് വാങ്ങിക്കാനായി കഴിയുന്നു എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ച സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് 2022 മെയ്യിൽ നിയമിതനായത് ആരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ആരാണ് നിലവിലത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്, അറിയാമോ? അപ്പോൾ ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, രാജീവ് കുമാറാണ് അല്ലേ. അപ്പോൾ രാജ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് 2022 മെയ്യിൽ നിയമിതനായ വ്യക്തിയാണ് ആര്, നമ്മുടെ രാജീവ് കുമാർ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ഖേലോ മാസ്റ്റേഴ്സ് ഗെയിംസിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ഖേലോ മാസ്റ്റേഴ്സ് ഗെയിംസിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എന്താണ്? ഡൽഹിയാണ് അല്ലേ. അപ്പോൾ ഡൽഹിയിലാണ് രണ്ടാമത്തെ ഖേലോ മാസ്റ്റേഴ്സ് ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത്, ഡൽഹിയാണെന്ന് അറിഞ്ഞിരിക്കുക. ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. നമ്മൾ ചിരഞ്ജീവി എന്ന് കേട്ടുകൊണ്ട് സിനിമ നടൻ ചിരഞ്ജീവിയെ പിടിച്ചുകൊണ്ട് തെറ്റുത്തരം മാർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അറിഞ്ഞിരിക്കുക, ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ചോദിച്ചാൽ അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം, 2022 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഗെയിൽ ബേസ്ഡ് എഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ശ്രദ്ധിക്കുക, 2022 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഗെയിൽ ബേസ്ഡ് എഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്, പൂർണിയയാണ് കേട്ടോ. അപ്പോൾ പൂർണിയയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ 2022 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഗെയിൽ ബേസ്ഡ് എഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പൂർണിയയിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഏത് സംസ്ഥാന സർക്കാരാണ് വുമൺ അറ്റ് വർക്ക് പരിപാടി ആരംഭിച്ചത്? ഏത് സംസ്ഥാന സർക്കാരാണ് വിമൻ അറ്റ് വർക്ക് പരിപാടി ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാന സർക്കാരാണ്? ശരി ഉത്തരം കിട്ടിയോ? കർണാടകയാണ് അല്ലേ. നമുക്കറിയാം വിമൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചത് കർണാടക സർക്കാരാണ്. കർണാടക സർക്കാരാണ് വിമൻ അറ്റ് വർക്ക്. ഓക്കെ അല്ലേ. അടുത്ത ആറാമത്തെ ചോദ്യം, 2022 ലോക മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2022 ലോക മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ അല്ലെങ്കിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. അറിയാമോ? വളരെ ബാക്കിലാണ് ഇന്ത്യ, 150 സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ 2022 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അല്ലെങ്കിൽ ലോക മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ അത് 150 സ്ഥാനമാണെന്ന് അറിഞ്ഞിരിക്കുക. ഏഴാമത്തെ ചോദ്യം, ആദ്യത്തെ കേരള ഗെയിംസിൽ ജേതാക്കളായ കേരളത്തിലെ ജില്ല ഏതാണ്? ആദ്യത്തെ കേരള ഗെയിംസിൽ ജേതാക്കളായ കേരളത്തിലെ ജില്ല ഏതെന്നാണ് ഏഴാമത്തെ ചോദ്യം. അറിയാമോ? ഏതാണ്? നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കേരള ഗെയിംസിൽ ജേതാക്കളായ കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അതൊരു സംശയമില്ലാതെ എഴുതണം, തിരുവനന്തപുരമാണ്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ അതുകൂടി ചെയ്യുക. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്കടുത്ത് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകാമല്ലോ. എന്താണ് ചോദ്യം? എന്തായിരുന്നു? 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ബർമിംഗ്ഹാം ആണ് അല്ലേ. ഇപ്പോൾ ബർമിംഗ്ഹാമിലാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. എവിടെയാണ്? ബർമിംഗ്ഹാമിലാണെന്ന് അറിഞ്ഞിരിക്കുക, ബർമിംഗ്ഹാം. ഓക്കെ, അടുത്ത ഒൻപതാമത്തെ ചോദ്യം, ചരിത്ര സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതുക. അപ്പോൾ നമുക്ക് ചരിത്ര സംഭവങ്ങൾ എന്ത് ചെയ്യുക? വർഷങ്ങൾ അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച കാര്യവും അതുപോലെ തന്നെ ആലുവയിൽ സർവ്വമത സമ്മേളനം സംഘടിപ്പിച്ചതും ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതും SNDP രൂപീകരിച്ചതിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വർഷങ്ങളായിട്ട് നോക്കിയാലോ. SNDP രൂപീകരിച്ച് നമുക്കറിയാം 1903 അല്ലേ, 1903 എന്ത് ചെയ്യുന്നത്? SNDP രൂപീകരിക്കുന്നത്. നമ്മുടെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? 1888 ആണല്ലേ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത്. എന്നാൽ അരുവിപ്പുറം സർവ്വമത സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1924 അല്ലേ. 1924 എന്ത് ചെയ്യുന്നു? അരുവിപ്പുറത്ത് സർവ്വമത സമ്മേളനം നടക്കുന്നു. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചപ്പോഴാണ്? 1913 അല്ലേ. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത് വരുന്നത് 1988 ആണല്ലേ. നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതാണ്. അപ്പോൾ മൂന്നാമത്തെയാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് ഏതാണ് വരുന്നത്? ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച 1913. അപ്പോൾ ഒന്നാണ് രണ്ടാമത് വരുന്നത്. പിന്നെ വരുന്ന ഏതാണ്? നമുക്കറിയാം
സോറി, പിന്നെ രണ്ടാമത് വരുന്നത് ഏതാണ്? SNDP രൂപീകരിച്ചതിലെ 1903 രണ്ടാമത് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ഥാനം വരുന്നത്, നമ്മുടെ 1903 മൂന്നാം സ്ഥാനമാണ് നമ്മുടെ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്, 1913 മൂന്നാം സ്ഥാനം വരുന്നത്. നാലാമത് വരുന്നത് ഏതാണ്? ആലുവയിൽ സർവ്വമത സമ്മേളനം സ്ഥാപിച്ചത് അല്ലേ, 1924. അപ്പോൾ ഇത് നമ്മുടെ നാലാം സ്ഥാനത്ത് വരും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 3, 4, 1, 2 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ആദ്യം വരുന്നത് എന്താണ്? ആദ്യം വരുന്നത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ 1988. രണ്ടാം സ്ഥാനം നമ്മുടെ SNDP രൂപീകരിച്ചതാണ് 1903. പിന്നെ വരുന്ന ഏതാണ്? ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. ആലുവയിൽ സർവ്വമത സമ്മേളനം വരുന്നത് 1924. അപ്പോൾ ഇതാണ് കാലഗണന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബിലാത്തി വിശേഷം ആരുടെ കൃതിയാണ്? ശ്രദ്ധിക്കുക, ബിലാത്തി വിശേഷം ആരുടെ കൃതിയാണ്? ശരി ഉത്തരം കിട്ടിയോ? ബിലാത്തി വിശേഷം നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. ആരുടെയാണ്? KP കേശവമേനോൻ്റെയാണ് ബിലാത്തി വിശേഷം. ബിലാത്തി വിശേഷം ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ KP കേശവമേനോൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 11ാമത്തെ ചോദ്യം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രദ്ധിക്കുക, NSSൻ്റെ അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? പറയട്ടെ, കറുകച്ചാലാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കറുകച്ചാലിലാണ് എന്ത് ചെയ്യുന്നത്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കുന്നത് എവിടെയാണ്? കറുകച്ചാലിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് 12ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ്? ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് എന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? നമുക്കറിയാമല്ലേ, ചിത്തിര തിരുനാളാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ചിത്തിര തിരുനാളാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 13ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മഗൃഹമാണ് ഇവിടെ കൈപ്പിള്ളിമന അല്ലേ? എന്താണ് കൈപ്പിള്ളിമന? താഴെ തന്നിട്ടുള്ളവയിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മഗൃഹമാണ് കൈപ്പിള്ളിമന എന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? കൈപ്പിള്ളിമന പറയട്ടെ, VT ഭട്ടതിരിപ്പാട് അല്ലേ. VT ഭട്ടതിരിപ്പാടിൻ്റെ ജന്മഗൃഹമാണ് അവിടെ കൈപ്പിള്ളി മന. 14ാമത്തെ ചോദ്യം. കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന അവകാശ വിളംബരം നടന്ന വർഷം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന അവകാശദാന വിളംബരം നടന്ന വർഷം ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1948 ആണ് അല്ലേ. അപ്പോൾ കൊച്ചി രാജ്യത്താണ്, എവിടെയാണ്? കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന അവകാശദാന വിളംബരം നടന്ന വർഷം ചോദിച്ചാൽ 1948 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, 15ാമത്തെ ചോദ്യം. കൃതികളും രചയിതാക്കളും ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം ഏതൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കനലരിയും കാലം, ജീവിതം ഒരു സമരം, അതുപോലെ തന്നെ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ, ആത്മകഥ. അത് രചയിതാക്കൾ ആരുടെ പേരാണ്? K. ദേവയാനി, അന്ന ചാണ്ടി, കൂത്താട്ടുകുളം മേരി, അതുപോലെ തന്നെ അക്കമ്മ ചെറിയാൻ. അപ്പോൾ സ്ത്രീകളുടെ കൃതികളായതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കൂടും. അപ്പോൾ നമുക്ക് നോക്കാം. കനലരിയും കാലം ഒന്ന് ശ്രദ്ധിച്ചേ. ആരുടെയാണ് കനലരിയും കാലം? അറിയാമോ? കൂത്താട്ടുകുളം മേരിയുടെ ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. ഒന്നെന്ന് പറയുന്നത് സി ആണ്. കൂത്താട്ടുകുളം മേരിയുടേതാണ് എന്ത്? കനലരിയും കാലം. ജീവിതം ഒരു സമരം നമുക്കറിയാം. ആരുടെയാണ് ജീവിതം ഒരു സമരം? അക്കമ്മ ചെറിയാൻ്റെ ആണ് അല്ലേ. ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാനാണ്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടേതാണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ അറിയാമോ? K. ദേവയാനിയുടേതാണ് കേട്ടോ. K. ദേവയാനിയാണ് ചോരയും കണ്ണീരും നിറഞ്ഞ വഴികൾ എന്ന് പറയുന്നത്. ആത്മകഥ ആരുടേതാണ്? അപ്പോൾ അന്ന ചാണ്ടിയുടേതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. കനലരിയും കാലം കൂത്താട്ടുകുളം മേരി, ജീവിതം ഒരു സമരം നമ്മുടെ അക്കമ്മ ചെറിയാൻ, ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന് പറയുന്നത് K. ദേവയാനി, ആത്മകഥ എന്ന് പറയുന്നത് അന്ന ചാണ്ടി. അപ്പോൾ ഏതാണ് ശരി ഉത്തരം വരുന്നത്? 1 സി ആണ്. 2 എന്ന് പറയുന്നത് ഏതാണ്? 2 ഡി ആണ് അല്ലേ. 2 ഡി ആണ്. അങ്ങനെ വരുന്ന ഏതാണ്ട് 2 ഡി കിടക്കുന്നു. 3 എന്ന് പറയുന്നത് എ ആണ് അല്ലേ. 3 എന്ന് പറയുന്നത് എ ആണ്. 4 എന്ന് പറയുന്നത് ബി ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 15 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ എന്തായാലും ഒരു 7 മാർക്കിൽ കൂടുതൽ നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്തായാലും ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.